ഹലോ ഹായ് നമസ്കാരം. ഇന്നത്തെ ടോപ്പിക്ക് പ്രണയം ശരിയാണോ തെറ്റാണോ? ഇത് കുട്ടികളോടും മാതാപിതാക്കളോടും ഉള്ള ഒരു വീഡിയോ ആണ്. പ്രണയം തെറ്റല്ല. നമ്മൾ നടക്കാൻ പഠിക്കുന്നത് പോലെ, ചിരിക്കാൻ പഠിക്കുന്നത് പോലെ, പല്ലു വരുന്നത് പോലെ, നമ്മുടെ ജീവിതത്തിലെ ഓരോരോ വളർച്ചയുടെ ഘട്ടം പോലെ ഒരു കൗമാര കാലഘട്ടത്തിലാകുമ്പോൾ നിർബന്ധമായിട്ടും തോന്നേണ്ട ഒരു ഫീലിംഗ് ആണ് പ്രണയം. ഓപ്പോസിറ്റ് സെക്സിനോട്, സെയിം സെക്സിനോട് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സൊസൈറ്റി ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ട്, അവരുടേതായ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് പ്രണയം തോന്നുന്നതും കല്യാണം കഴിക്കുന്നതുമാണ് താല്പര്യം, അല്ലേ? സൊസൈറ്റി അംഗീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് പ്രണയം തോന്നുവാണെങ്കിൽ അതൊരു പോസിറ്റീവ് സൈനാണ്. കാരണം നമ്മൾ വളരുന്നുണ്ട്, നമുക്ക് വേണ്ടതായ മാറ്റങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട് ശരീരത്തിലും മനസ്സിലും. അപ്പോൾ നമുക്കൊരാളോട് പ്രണയം തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഒരാളോട് പ്രണയം തോന്നിക്കഴിഞ്ഞാൽ അതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. വളർച്ചയുടെ ഒരു ഘട്ടം മാത്രമാണത്. പിന്നെ പ്രണയം തെറ്റാവും. അതെങ്ങനെയാണ് തെറ്റാവുന്നത്? നമ്മളിപ്പോൾ ഒരാളോട് നമുക്ക് പ്രണയം തോന്നി, അത് ആരോടും ആവാം. ആ ആളെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടണമെന്ന് മുൻപിൻ ചിന്തിക്കാതെ നമ്മൾ തീരുമാനം എടുക്കുമ്പോഴാണ് പ്രണയം തെറ്റാവുന്നത്. അതായത് നമ്മളൊരാളെ നമ്മുടെ ജീവിതത്തിൽ പ്രണയിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. ഒരാളെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രണയം തോന്നും നമുക്കൊരാളോട്, അത് തോന്നുന്നത് തെറ്റൊന്നുമല്ല. പക്ഷെ തോന്നുന്ന ആളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുകയും കൂട്ടുകയും ചെയ്യുമ്പം അയാൾ നല്ലൊരു വ്യക്തി അല്ലെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ചില പിള്ളേരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പല ദുസ്വഭാവങ്ങളുള്ളതാണ് ലവറെങ്കിലും ഞാൻ മാറ്റിയെടുക്കും. 10-25 വർഷം വരെ അയാളുടെ അപ്പനും അമ്മയും, സഹോദരങ്ങൾ, കൂട്ടുകാർ, ടീച്ചേഴ്സ്, ഇത്രയും ആൾക്കാർ നോക്കിയിട്ട് നന്നാകാത്ത ഒരാളെ നന്നാക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ റെയറായിട്ട് മാത്രം സംഭവിക്കുന്നതാണ്. അതിന് നമ്മുടെ ജീവിതം കൊണ്ട് ബലികഴിപ്പിക്കണോ? അതേപോലെ ചിലരുണ്ട്, എന്നെ പ്രേമിക്കണം, പ്രേമിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബ്ലഡ് കൊണ്ട് എഴുതിയതാണ്, ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരാൾ പറയുകയാണ് ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ നിന്നെ കൊല്ലാനും അവൻ തയ്യാറാവും. കാരണം അവൻ മരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇന്ന് നിനക്ക് വേണ്ടി മരിക്കുമെങ്കിൽ നാളെ അവൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി നിന്നെ കൊല്ലാനും അവൻ തയ്യാറാവും. സൈക്കിക്കാണ്. ഇനി വേറെ ചിലരുടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓവർ കെയറിങ് കണ്ട് സ്നേഹമാണ് തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ അഭിപ്രായവും നമ്മുടെ സ്വാതന്ത്ര്യവും ഒക്കെ മാനിക്കുന്ന ഒരാൾ, അത് പ്രേമിക്കുന്ന കാലഘട്ടം ആയിക്കോട്ടെ, ഇതൊക്കെ മാനിക്കുന്ന ഒരാളെ മാത്രമേ നമ്മൾ ജീവിതത്തിൽ കൂട്ടാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കും. നമ്മുടെ എല്ലാ കാര്യത്തിലും, നമ്മൾ ജോലിക്ക് പോകണോ, നമ്മൾ എന്ത് ഡ്രസ്സ് ധരിക്കണം, ഇതിലൊക്കെ അനാവശ്യമായിട്ട് ഇടപെടുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ കൂട്ടുകാരായിരിക്കണം. ഇതൊക്കെ തീരുമാനിക്കുന്ന, നമ്മുടെ എല്ലാ കാര്യത്തിലും അനാവശ്യമായിട്ട് ഇടപെടുന്ന ഒരാളുടെ കയ്യിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ട് വെച്ചു കൊടുക്കണോ? ഒരിക്കലും നമ്മളിപ്പോൾ ഒരിക്കൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് രണ്ടാമത് കല്യാണം കഴിച്ചതാണ്. നമുക്ക് പിന്നെ ബെസ്റ്റ് ചോയ്സുകളൊന്നും കിട്ടില്ല. അപ്പൊ എന്തിനാണ് നമ്മൾ കൊണ്ടുപോയി നമ്മുടെ ജീവിതം ഒരു വണ്ടി കൊണ്ട് തല വെക്കുന്നത്? അപ്പൊ പ്രണയം തോന്നിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്യണം, ഞാൻ പ്രണയിക്കുന്ന ആള് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൂട്ടാൻ പറ്റുന്ന ആളാണോ? എനിക്കിങ്ങനെ പിന്നെ നമ്മൾ മനസ്സിൽ പറയണം. കുട്ടികളോടാണ് പറയുന്നത്, പ്രണയം ഞാൻ വലിയ കുട്ടിയായതിൻ്റെ തെളിവാണ് എനിക്ക് പ്രണയം തോന്നുന്നത്. അപ്പം ഞാൻ ശരിയായ ആളെയാണോ പ്രണയിക്കുന്നത്? എൻ്റെ പ്രണയം വെറും ഒരു കൗതുകം മാത്രമാണോ? ഇത് ഞാൻ സീരിയസ് ആണോ? ഇനി സീരിയസ് ആണെങ്കിൽ തന്നെ ഞാൻ സെലക്ട് ചെയ്ത ആളെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കൂട്ടാവോ? അയാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് സക്സസ് ഉണ്ടാവുമോ? സാമ്പത്തികമായ നേട്ടം അതൊന്നുമല്ല, അല്ലേ? നമ്മളെ വളരാൻ അനുവദിക്കുന്ന ഒരാളായിരിക്കുമോ നമ്മൾ ജീവിതത്തിൽ കൂടെ കൂട്ടുന്നത്? ഇതൊക്കെ തീരുമാനം എടുത്തിട്ട് വേണം നമ്മൾ ഒരാളെ പ്രണയിക്കാനല്ല, പ്രണയിക്കുന്ന ആളെ ജീവിതത്തിലേക്ക് കൂട്ടാൻ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.